तीसरा गीत। घाट से लौटते हुए तीसरे पहर की अलसाई वेला में मैंने अक्सर तुम्हें कदम के नीचे चुपचाप ध्यानमग्न खड़े पाया। मैंने कोई अज्ञात वनदेवता समझ कितनी बार तुम्हें प्रणाम कर सिर झुकाया, पर तुम खड़े रहे अडिग निर्लिप्त वीतराग निश्चल। तुमने कभी उसे स्वीकारा ही नहीं. ഇതിൽ കൃഷ്ണനെ രാധ ഒരു വനദൈവതയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ പുഴക്കടവിൽ കുളിച്ചിട്ട് വരുന്ന സമയത്ത് ഘാട്ട്സെ ലോട്ടെ ഹുവേ തീസറെ പെഹർ കി അൽസായി വേലാമേ. തീസറെ പെഹർ എന്ന് പറഞ്ഞാൽ ഒരു ഉച്ച നേരമാണ്. ഒരു ദിവസം 8 പെഹർ ഉണ്ടാവും. ഒരു പെഹർ എന്ന് പറയുന്നത് 4 മണിക്കൂറാണ്. അപ്പോൾ തീസറ പെഹർ എന്ന് പറയുന്നത് ഏകദേശം ഒരു ഉച്ച നേരമാണ്. അപ്പോൾ ആ ഉച്ച നേരത്തെ ആ ഒരു ലേസി ടൈമിൽ ഇവൾ പുഴയിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് മാനെ അക്സർ തുമേ കദംബ് കെ നീച്ചെ ചുപ്ചാപ്പ് ധ്യാൻ മഗ്ന ഖടെ പായ. അവൾ മിക്കവാറും അവനെ കദംബ് വൃക്ഷത്തിൻ്റെ അടിയിൽ മിണ്ടാണ്ട് എന്തോ ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന പോലെ നിൽക്കണ കണ്ടിട്ടുണ്ട്. ഈ കദംബ വൃക്ഷത്തിന് ഇവിടെ കുറേ ഇമ്പോർട്ടൻസ് ഉണ്ട്. കദംബ് വന്നിട്ട് ദേവവൃക്ഷൻ്റെ ശ്രേണിയിലുള്ളൊരു മരമാണ്. പിന്നെ പ്രസിദ്ധ ഫൂൽദാർ വൃക്ഷം, പൂക്കുന്നതിലൊരു പ്രസിദ്ധമായൊരു വൃക്ഷമാണ്. അതിലൊരു മഞ്ഞ കളർ പൂവാണ് പൂക്കാറ്. ഈ പൂവിൻ്റെ മണം കാരണം കാട്ടിൽ മൊത്തം ആ മണം ഉണ്ടാവുമെന്ന് പറയണേ. പിന്നെ ബ്രജ് പ്രദേശിലെ ലോകപ്രിയ വൃക്ഷമാണ് ഈ കദംബ്. പിന്നെ രാധാകൃഷ്ണൻ്റെ കൂടുതൽ ലീലകളും ഈ കദംബ വൃക്ഷത്തിൻ്റെ ചുറ്റിലും തന്നെയാണ് നടക്കാറ്. കൃഷ്ണൻ്റെ ഫേവററ്റ് മരമാണ് കദംബ്. പിന്നെ ഇപ്പോഴും ജന്മാഷ്ടമി ദിവസം മധുര, വൃന്ദാവന സ്ഥലത്തൊക്കെ ഈ കദംബ വൃക്ഷത്തിന് പൂജ ചെയ്യാറുണ്ട്. ഇതല്ലാതെ കുറേ മെഡിസിനൽ യൂസസ് ഉണ്ട്. പാമ്പ് കടിച്ചാൽ ഈ വൃക്ഷത്തിൻ്റെ ഇലയോ പൂവോ അങ്ങനെ എന്താണ് യൂസ് ചെയ്യാറെന്നൊക്കെ പറയാറുണ്ട്. പിന്നെ ലിറ്റററി വർക്ക്സിലും കദംബ വൃക്ഷത്തിനെ കുറിച്ച് കുറേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാധ പുഴയിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് കദംബ വൃക്ഷത്തിൻ്റെ അടിയിൽ നിൽക്കുന്ന കൃഷ്ണനെ കണ്ടിട്ട് ഒരു വനദേവതയാണെന്ന് വിചാരിച്ചിട്ട് मैंने कोई अज्ञात वन देवता समझ कितनी बार तुम्हें प्रणाम कर सिर झुकाया, पर तुम खड़े रहे अडिग निर्लिप्त वीतराग निश्चल. तुमने कभी उसे स्वीकारा ही नहीं. അപ്പോൾ ഇവൾ വനദേവതയാണെന്ന് വിചാരിച്ചിട്ട് കൃഷ്ണനെ അവൾ എപ്പോഴും പ്രണമിക്കുമായിരുന്നു. പക്ഷേ കൃഷ്ണൻ അതൊന്നും മൈൻഡാക്കാണ്ട്, ഒട്ടും അവൾ പ്രണമിക്കണ കണ്ടിട്ടും ഒന്നും മൈൻഡ് ചെയ്യാണ്ട് കാണാത്ത പോലെ നിൽക്കുമായിരുന്നു. അടിക്ക് നിർലിപ്ത വീതരാഗ് നിശ്ചൽ, അതൊക്കെ ഒരു ഇൻവോൾവ്മെൻറ്റും ഇല്ല എന്ന് സൂചിപ്പിക്കുന്ന വേർഡ്സാണ്. അപ്പോൾ ഇവൾ പ്രണമിക്കുന്നതൊന്നും കൃഷ്ണൻ സ്വീകരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല എന്നാണ് അവൾ വിചാരിച്ചത്. दिन भर दिन बीतते गए और मैंने तुम्हें प्रणाम करना भी छोड़ दिया, पर मुझे क्या मालूम था कि वह अस्वीकृति ही अटूट बंधन बनकर मेरी प्रणामपत अंजलियों में कलाइयों में इस तरह लिपट जाएगी कि कभी खुल ही नहीं पाएगी. അപ്പോൾ ദിവസങ്ങൾ കുറേ കടന്നുപോയി. ഇവൾ എപ്പോഴും ഇങ്ങനെ പ്രണമിക്കുമായിരുന്നു. പക്ഷേ കൃഷ്ണൻ മൈൻഡാക്കില്ല എന്ന് വിചാരിച്ചിട്ട് അവൾ പ്രണമിക്കുന്നത് തന്നെ നിർത്തി. അപ്പോൾ കൃഷ്ണൻ്റെ ഈ നിപ്പ് ഒരു ഇൻവോൾവ്മെൻറ്റും ഇല്ലാതെ, ഒന്നിലും അട്രാക്റ്റ് ആവാതെ, ഒരു യോഗിക്ക് വേണ്ട എല്ലാ ക്വാളിറ്റീസും അപ്പോൾ കൃഷ്ണനുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ക്വാളിറ്റീസ് രാധേനെ വല്ലാണ്ട് ഭയങ്കരമായിട്ട് ക്യൂരിയോസിറ്റി ആയി. ഇത് എന്തുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ ഒന്നിലും അട്രാക്റ്റ് ആവാണ്ട് ഇങ്ങനെ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട്. और मुझे क्या मालूम था कि तुम केवल निश्चल खड़े नहीं रहे. तुम्हें वह प्रणाम की मुद्रा और हाथों की गति इस तरह भाग गई थी कि तुम मेरे एक एक अंग की एक एक गति को पूरी तरह बांध लोगे. രാധ ഇപ്പോൾ അവളുടേതായ ഒരു ക്ലാരിഫിക്കേഷൻ തന്നെ കണ്ടെത്തി. അവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒന്നിനും അട്രാക്റ്റ് ആവാണ്ട് ഒരു മൂമെൻറ്റും ഇല്ലാണ്ട് നിന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട്. അവൾ പറയാണ് അവളുടെ പ്രണമിക്ക മുദ്ര, ഈ കൈകൂപ്പി ഇങ്ങനെ പ്രണമിക്കുന്ന ആ മുദ്രയും കൈയുടെ ആക്ഷൻസൊക്കെ കൃഷ്ണനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇസ് തര ഭാഗേക്ക് തും മേരെ ഏക് ഏക് അങ്ക് ഏക് ഏക് ഗതിക്കോ പൂരി തര ബാന്ധലോകെ. അപ്പോൾ ഇവളുടെ ഓരോ ബോഡി പാർട്ടിലെ ഓരോ ആക്ഷൻസും അവളെ പ്രണമിക്കുന്ന മുദ്ര അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് അതിൽ മുഴുക്കി അവൻ ഒരു ഭയങ്കരമായിട്ട് ധ്യാനിക്കുന്ന ആ ഒരു സ്റ്റേജിലെത്തിയെന്നാണ് അവൾ പറയണേ. इस संपूर्ण के लोभी तुम भला उस प्रणाम मात्र को क्यों स्वीकारते, और मुझ पगली को देखो कि मैं तुम्हें समझती थी कि तुम कितने वीतराग हो, कितने निर्लिप्त. അപ്പോൾ സമ്പൂർണ്ണയ്ക്ക് ലോഭിത്തും എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ രാധയുടെ ബോഡിയിലെ ഓരോ പാർട്സും ഓരോ ആക്ഷൻസും അത്രയും അഡ്മയർ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനത്രയും ഫുള്ളായിട്ട് രാധേനെ സ്വീകരിക്കുകയായിരുന്നു. അപ്പോൾ രാധ പറയാണ് ഭല ഉസ് പ്രണാം മാത്രക്കോ ക്യോ സ്വീകാർത്തെ. അപ്പോൾ ഇങ്ങനെ മൊത്തമായിട്ട് സ്വീകരിക്കുകയാണ് കൃഷ്ണൻ ശരിക്കും ചെയ്യുന്നത്. അപ്പോൾ അവൻ എന്തിനാണ് എൻ്റെ ഈ ഒരു പ്രണാം മാത്രം സ്വീകരിക്കാൻ പോണേ. और मुझ पगली को देखो कि मैं तुम्हें समझती थी कि तुम कितने वीतराग हो, कितने निर्लिप्त. അപ്പോൾ രാധ പറയാണ് ഞാനൊരു പൊട്ടിയായിരുന്നു. ഞാൻ വിചാരിച്ചത് കൃഷ്ണൻ വീതരാഗം എന്ന് പറഞ്ഞാൽ ഒരു അനുരാഗവും ഒരു സ്നേഹവും ഇല്ലാതെ ഒന്നിനോട് അട്രാക്റ്റ് ആവാത്ത ഒരു മനുഷ്യനായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ രാധയ്ക്ക് ശരിക്കും കൃഷ്ണൻ ഒരു ചതുർ സ്വഭാവത്തോടു കൂടിയാണ് അവിടെ നിൽക്കണമെന്ന് എനിക്ക് രാധയ്ക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ यहाँ कृष्ण की चतुराई हम देख सकते हैं. वे राधा को पूरी तरह से स्वीकार कर रहे थे, लेकिन बाहर से देखने से वे ध्यानमग्न नजर आते हैं. इसमें कृष्ण की अस्वीकृति ही अटूट बंधन है.
രാധയിൽ പറയുന്നുണ്ട് കൃഷ്ണൻ അവളെ സ്വീകരിക്കാത്തത് തന്നെയാണ് ഇവരുടെ ലോങ് ലാസ്റ്റിംഗ് ബന്ധം എന്ന് പറയണത്. എന്നുവെച്ചാൽ എപ്പോഴും കൃഷ്ണൻ ഇവളെ റെഫ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവൾ പ്രണമിക്കുന്നത് മൈൻഡാക്കാണ്ട് അവൻ ഒരു ഇൻവോൾവ്മെൻറ്റും അട്രാക്റ്റ് ആവാണ്ട് നിൽക്കുന്നതാണ് രാധേനെ ക്യൂരിയോസിറ്റി കൂടുതലായത്. അപ്പോൾ ഇതുതന്നെയാണ് ഇവരുടെ അട്ടൂട്ട് ബന്ധം എന്ന് രാധ പറയുന്നുണ്ട്. ഇതൊക്കെ രാധ കൃഷ്ണനില്ലാത്ത സമയത്ത്, ഇപ്പോൾ കൃഷ്ണൻ യുദ്ധത്തിന് പോയ സമയത്ത് അവളിരുന്ന് ആലോചിക്കുകയാണ്. ഇതെന്നോ സംഭവിച്ചൊരു കാര്യമാണ്. രാധ കൃഷ്ണനെ ഒരു വനദേവതയാണെന്ന് വിചാരിച്ച് പ്രണമിച്ചു എന്നൊക്കെ. എന്നിട്ട് ഇപ്പോഴാണ് അവളിരുന്ന് ആലോചിക്കണേ, ഞാൻ പൊട്ടിയായിരുന്നു, അന്ന് അവൻ ഉദ്ദേശിച്ചത് ഇതാണ് എന്നൊക്കെ ഇപ്പോഴാണ് അവളിരുന്ന് ആലോചിക്കണേ.